ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിപ്പോൾ എല്ലാവരുടെയും ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മസ്ക ബൺ അല്ലെങ്കിൽ ബൺ മസ്ക എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനാവശ്യമായി കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതിയാവും, അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നമ്മൾക്കിതിന് ആവശ്യം അത് മുൻപോട്ട് നിൽക്കേണ്ടത് വെണ്ണയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഹൈദരാബാദിലെ ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബണ്ണെടുക്കുക. ബണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഈ ബണ്ണ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മിൽക്ക് മെയ്ഡും ബട്ടറും കൂടി ചേർത്ത് വെച്ചുള്ള ആ മിക്സ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ സ്പ്രെഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികിലുമല്ല അതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അരികിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് വരുന്നത് പോലെയാണത്. അതിനാണ് നമ്മൾ അരികിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബണ്ണ് പക്ഷേ വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഇല്ല. ഇതിനു വേണ്ടിയുള്ള ടീ കൂടെ നമുക്ക് ഒന്ന് തയ്യാറാക്കണം. അതിൻ്റെ പേരാണ്, ആ ചായയുടെ പേരാണ് ഇറാനി ചായ എന്ന് പറയും. അത് ബൺ മസ്കയും ഇറാനി ചായയും ഇതാണ് അതിൻ്റെ രണ്ട് കോമ്പിനേഷനും, ബൺ റസ്കയും ഇറാനി ചായയും. ബൺ മസ്ക റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായ തയ്യാറാക്കാം. അതിനാവശ്യമായി ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പട്ട, ഏലക്ക, ഗ്രാമ്പു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടീ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിലാണെങ്കിൽ 3 വിസിൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിൽ അതുപോലെ തന്നെ 2 ഗ്ലാസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസോളം വറ്റി വരുന്ന വരെ നമുക്ക് ആ പാലൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡിക്കേഷൻ ആദ്യം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബണ്ണ് അതിൽ മുക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനാണ്, ബൺ റസ്കയുടെ കോമ്പിനേഷനുകളാണ് ഇറാനി ടീ. അപ്പോൾ ഇറാനി ചായയും ബൺ മസ്കയും റെഡിയായിട്ടുണ്ട്. ഇത് മുക്കി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. എന്തായാലും നിങ്ങളിത് മസ്റ്റായി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഇത്. എന്താണെങ്കിൽ ഹൈദരാബാദിലുള്ള റെസിപ്പി നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.